858 എന്ന പാലക്കാട്ടെ ഡിജിറ്റൽ ഇനി എന്ത് മാറ്റമുണ്ടാകുന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പാലക്കാട്ടെ മൂന്നാം റൗണ്ടിന്റെ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആദ്യ റൗണ്ടിൽ കുത്തനെ ഇടിഞ്ഞു പോയി NDAയുടെ ലീഡ് നിലയെങ്കിൽ രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് പിടിച്ചു. മൂന്നാം റൗണ്ടിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ലീഡ് എടുക്കുമോ എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നത്. കഴിഞ്ഞ തവണ 13ാം റൗണ്ടിൽ എടുത്ത ലീഡ് ഇത്തവണ മൂന്നാം റൗണ്ടിൽ തന്നെ പാലക്കാട് എങ്ങോട്ട് പോകും എന്നതിന് കൃത്യമായ സൂചനയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ BJPക്ക് വേണ്ടി പാലക്കാട് ഒരു ശക്തി കേന്ദ്രമൊന്നുമില്ല. അവിടേക്ക് കടന്നു വരാൻ LDFനും UDFനും സാധിക്കും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ വ്യക്തമാണ്. മറ്റിടങ്ങളിൽ UDFന്റെ ശക്തി കേന്ദ്രം എന്ന് UDF വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലടക്കം പിരായിരി അടക്കമുള്ള മേഖലകളിൽ സമാനമായ മുന്നേറ്റം മറ്റുള്ളവരും കാഴ്ചവെക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനിയുള്ള ആകാംക്ഷ. ഏതായാലും പാലക്കാട്ടെ ഫലം എന്താണ് എന്ന വലിയ ആകാംക്ഷ. ചേലക്കരയിൽ ഏറെക്കുറെ ഒരു LDF തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ വരുന്നു. പക്ഷെ പരിപൂർണമായി നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. LDFന് വലിയ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ വോട്ടുകൾ ബൂത്തുകളാണ് എന്ന് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുകയാണ് ഇപ്പോൾ UR പ്രദീപ്. ഹോം ഗ്രൗണ്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ നല്ല ഫോമിലാണ് UR പ്രദീപ്. അതിന്റെ ലീഡ് നമുക്ക് വോട്ടെണ്ണി വരുമ്പോൾ പ്രകടമാകുന്നു. 3871 വോട്ട്. അത് വരവൂരിലെയും ദേശമംഗലത്തെയും വോട്ടാണ്. വള്ളത്തോർ നഗർകോടി എണ്ണുമ്പോൾ മൂന്നാം റൗണ്ടിൽ ഇനി ലീഡ് എത്രത്തോളം ഉയർത്താൻ കഴിയുമെന്നൊക്കെയാണ് വളരെ പ്രധാനം. പാഞ്ഞാളിൽ UDF പ്രതീക്ഷയുള്ള സ്ഥലമാണ്. ചേലക്കര പഞ്ചായത്ത് UDFന് പ്രതീക്ഷയുള്ള സ്ഥലമാണ്. മുള്ളൂർക്കരയിൽ LDF ഒരുപക്ഷെ ലീഡ് ചെയ്തേക്കാമെങ്കിലും UDF പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പുറത്തേക്ക് വന്നാൽ പഴയന്നൂരിൽ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ലീഡ് പിടിക്കാൻ കഴിയും. ഒരു ചെറിയ വോട്ടെങ്കിലും ജയിച്ചു കയറാൻ കഴിയും എന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന 3, 4, 5, 6 റൗണ്ട് ലീഡ് എടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എത്ര വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 82 വോട്ടിന് പഴയന്നൂരിൽ UDFന് ലീഡ് ഉണ്ട്. പിന്നെയുള്ള UDF ലീഡ് പ്രതീക്ഷ ചേലക്കര പഞ്ചായത്താണ്. 367 വോട്ടിനാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവിടെ രമ്യ ലീഡ് ചെയ്തത്. UDFനെ സംബന്ധിച്ച് വലിയ നമ്പർ കൊണ്ടുവരാൻ കഴിയുന്ന പഞ്ചായത്തുകൾ 858 മാറിയിരിക്കുന്നു. 911 വോട്ടുകളുടെ ലീഡ് പാലക്കാട് C കൃഷ്ണകുമാർ കുറച്ചൊന്ന് മെച്ചപ്പെട്ടിരിക്കുന്നു. പാലക്കാട്ടെ പുതിയ വിവരം 911 വോട്ട്. അത് മൂന്നാം റൗണ്ടിന്റെ സമ്പൂർണ്ണമായ ചിത്രമാണോ? അല്ല, ആയിരിക്കാൻ വഴിയില്ല. വിവരങ്ങൾ റൗണ്ട് കഴിഞ്ഞോ? പൂർത്തിയായിട്ടില്ല. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് നമുക്ക് ഈ പുതിയ ലീഡ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും മൂന്നാം റൗണ്ട് പൂർത്തിയാകുന്നില്ല. ഏതായാലും പക്ഷേ ഒരു അപ്രതീക്ഷിതമായൊരു തിരിച്ചടി തന്നെ എന്ന് BJPക്ക് സംബന്ധിച്ച് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ. കാരണം രണ്ടാം റൗണ്ടിൽ അവർ പ്രതീക്ഷിച്ച ഒരു ലീഡിലേക്ക് അവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 858 ആ ലീഡ് ഒതുങ്ങി എന്നൊരു പ്രധാനമായ കാര്യമാണ്. ഇപ്പോൾ മൂന്നാം റൗണ്ട് പൂർത്തിയാകുന്നു. അല്പസമയത്തിനുള്ളിൽ അതിന്റെ കണക്കുകൾ ലഭ്യമാകും. അത് എത്ര ഇതിലേക്ക് പോകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മൂന്നാം റൗണ്ട് ഇപ്പോൾ പൂർത്തിയാവുകയാണ്. അതിന്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. മൂന്നാം റൗണ്ട് പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അതിന്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. കൗണ്ടിംഗ് സെന്റർ എന്നുള്ള അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഇന്നലെ മുതലേ പറയാം, നമ്മൾ കൃത്യമായ കണക്കായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഒരക്കം കൂടുതലില്ല. തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ടി വന്നാലും ഞങ്ങൾ പറയും. ഇത് കൃത്യമായ വിവരമാണ്. 911 വോട്ടുകൾക്ക് മാത്രം, അങ്ങനെ പറയേണ്ടി വരും. 911 വോട്ടുകൾക്ക് മാത്രം മൂന്നാം റൗണ്ടിൽ വോട്ടെണ്ണുമ്പോൾ പാലക്കാട്ട് BJP ലീഡ് ചെയ്യുന്നു. 911 വോട്ടുകൾക്ക് മാത്രം. 1,00,000 കടന്നിരിക്കുന്നു. 52,367 വോട്ടുകളുടെ ലീഡ് നില പിടിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മറ്റൊരു മത്സരമില്ല, മറ്റൊരു എതിരാളിയില്ല. 52,000 വോട്ട് കടന്ന് ലീഡ് നില മുന്നോട്ട് പോവുകയാണ്. പ്രതീക്ഷിതം. അതായത് മൂന്നാം റൗണ്ട് എന്ന് പറയുന്നത് പാലക്കാട്ടെ മൂന്നാം റൗണ്ട് BJPയുടെ വലിയ ശക്തി കേന്ദ്രമല്ല. കാരണം കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും 758 വോട്ടിന്റെ ലീഡ് ഈ മൂന്നാം റൗണ്ടിൽ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പറക്കുന്നം ശ്രീരാമപാളയം ടൗൺ, പാലക്കാട് ടൗൺ മേഖലയാണ്. എന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഈ ട്രെൻഡ് ആണെങ്കിൽ മൂന്നാം റൗണ്ടിൽ UDF ലീഡ് ചെയ്യേണ്ടതാണ്. അതിന്റെ ഫലം എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. ശ്രീധരൻ മത്സരിച്ചപ്പോൾ BJP 758 വോട്ടിന് മുമ്പിൽ എത്തിയ സ്ഥലമാണ് മൂന്നാം റൗണ്ട് എണ്ണുന്ന പറക്കുന്നം ശ്രീരാമപാളയം പാലക്കാട് ടൗൺ മേഖല. അവിടെ UDF മൂന്നാം റൗണ്ടിൽ ലീഡ് പിടിക്കുമോ? അതാണ് ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത്. രണ്ടാം റൗണ്ടിൽ 911 വോട്ടിന് ലീഡ് ചെയ്ത സ്ഥലത്ത് UDFന് ലീഡ് പിടിക്കാൻ പറ്റുമെങ്കിൽ തൊട്ട് ചേർന്ന് കിടന്ന പ്രദേശങ്ങളിലെ വോട്ടാണ്. അവിടെ അത്രയും ലീഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അതും ഒരു പക്ഷേ UDF ലീഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. മൂന്നാം റൗണ്ടിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ആ ഒടുവിലത്തെ ഫിഗറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു ട്രെൻഡ് എങ്ങോട്ടാണ് പാലക്കാടൻ കാറ്റ് വീശുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള വലിയ കൗതുകവും ആകാംക്ഷയുമാണ്. പാലക്കാട്ട് രാഹുലിന്റെ തരംഗമാണോ UDF തരംഗമാണോ എന്താണ് അറിയേണ്ടത്? അതോ ഉയർത്തെഴുന്നേൽക്കുമോ BJP? സരിൻ തൊട്ടടുത്തേക്ക് കുതിച്ചെത്തുമോ? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമാണ് ഈ മൂന്നാം റൗണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാലാം റൗണ്ടിലേക്ക് പോയാൽ വെണ്ണക്കര, പള്ളിപ്പുറം, കളിക്കാട് അടക്കം BJPയുടെ സ്ട്രോങ് ഹോൾഡായ സ്ഥലങ്ങളിൽ 2170 വോട്ടിന്റെ ലീഡ്. BJP 3812 വോട്ടെടുക്കുമ്പോൾ UDF 5517 വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. LDF 2617.
തേർഡ് റൗണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണല്ലോ അത്, വളരെ പ്രധാനപ്പെട്ട വിവരം.